ശ്രീനാരായണ പരമഗുരവേ നമഃ. ശ്രീ ശാരദാംബികായേ നമഃ. ശ്രീ ഗുരുവും ശ്രീ ശാരദയും എന്ന നമ്മുടെ കൂട്ടായ്മയിലെ എല്ലാ ആത്മമിത്രങ്ങൾക്കും വിനീത നമസ്കാരം. ചതയം മുതൽ ചതയം വരെ ഗുരുദേവാമൃതത്തിലൂടെ ഉള്ള ഒരു യാത്രയിലാണ് നമ്മൾ. ഇന്ന് നമുക്ക് ഗുരുദേവൻ്റെ അത്ഭുതങ്ങളിൽ ഒന്നിനെക്കുറിച്ച് കേൾക്കാം. അരുവിപ്പുറത്തും സമീപ പ്രദേശങ്ങളിലുമുള്ളവർ മാത്രമല്ല, അങ്ങ് ദൂരെ നിന്ന് പോലും ഭക്തന്മാർ സ്വാമി തൃപ്പാദങ്ങളെ കാണുവാൻ വരുമായിരുന്നു. കാരണം ഗുരുസ്വാമിയെക്കുറിച്ചുള്ള കഥകൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും പ്രചരിച്ചു കഴിഞ്ഞിരുന്നു. കഥകളല്ല അവ, പലർക്കും ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളാണ്. പലതും അത്ഭുത കഥകളായി തോന്നും. പലരും തങ്ങളുടെ സ്വകാര്യമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഗുരുവിനെ സമീപിച്ചിരുന്നത്. ഇവരോടെല്ലാം വളരെ സഹതാപപൂർണവും ഫലിതമയവുമായ മനോഭാവമാണ് ഗുരു സ്വീകരിച്ചിരുന്നത്. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു സംഭവം ഉണ്ടായി. ഒരു ദിവസം ഏതാനും ഭക്തന്മാർ സംഘമായി സ്വാമിയെ സമീപിച്ചു. വ്യക്തിഗതമായ പ്രശ്നങ്ങളല്ല അന്നവർ സ്വാമിയോട് ഉണർത്തിച്ചത്. നാട്ടുകാരെ മുഴുവൻ അലട്ടുന്ന ഒരു പ്രശ്നത്തിന് പരിഹാരം തേടിയായിരുന്നു അവർ വന്നത്. കാലവർഷം തിമിർത്ത് പെയ്യേണ്ട സമയമായിട്ടും അശേഷം മഴ പെയ്യുന്നില്ല. അതുമൂലം ജനങ്ങൾക്കുണ്ടായിരുന്ന സങ്കടങ്ങൾക്ക് അതിരില്ല. ഈ സങ്കടങ്ങൾ സ്വാമി മനസ്സിലാക്കണം, അതിന് നിവൃത്തി ഉണ്ടാക്കണം. ഈ നിവേദനം കേട്ട് സ്വാമി പരിഭ്രമിച്ചില്ല, ചിരിച്ചതുമില്ല. ജനങ്ങളുടെ സങ്കടം തനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് ശാന്തവും ആർദ്രവുമായ മുഖഭാവത്തോടുകൂടി അവരെ ധരിപ്പിച്ചു. സ്വാമി എല്ലാവരുടെയും മുഖങ്ങളിലേക്ക് കാരുണ്യപൂർവം നോക്കി. പരിഹാരമുണ്ടാക്കണം. ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ സ്വാമിക്ക് കഴിയുമെന്ന് അവർക്ക് പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു. എല്ലാവരോടും കുറച്ചു സമയം വിശ്രമിക്കാൻ പറഞ്ഞ സ്വാമി ഒരു നിമിഷം ധ്യാന നിമഗ്നനായി. സാവധാനം കടലാസും പേനയും എടുത്ത് തികഞ്ഞ ഏകാഗ്രതയോടും ശ്രദ്ധയോടും കൂടി എന്തോ എഴുതാൻ തുടങ്ങി. ഭക്തസംഘം വിശ്രമവും ചർച്ചകളുമായിരിക്കുന്നതിനിടയിൽ സ്വാമികൾ ആ കടലാസ് അവരെ ഏൽപ്പിച്ചു. അവരെല്ലാം കുളിച്ച് ശുചിയായതിനു ശേഷം തികഞ്ഞ ഈശ്വരഭക്തിയോടെ ഈ ശ്ലോകങ്ങൾ ചൊല്ലണം, മഴയുണ്ടാകും എന്നനുഗ്രഹിച്ചു. അയ്യോ ഈ വെയിൽ കൊണ്ട് വെന്തുരുകി വാടിയിടുന്നു എന്ന് തുടങ്ങി നിൻ തൃപാദത്തണലെന്നിയേ തുണ നമുക്കാരർദ്ധനാരീശ്വര എന്നവസാനിക്കുന്ന 5 ശ്ലോകങ്ങൾ. അവരെല്ലാം കുളിച്ച് ശുചിയായി വന്ന് സ്വാമിയുടെ അനുഗ്രഹവും വാങ്ങി അത്യന്തം ഭക്തിപൂർവം ഈ 5 ശ്ലോകങ്ങളും ഉരുവിട്ടതിൻ്റെ ഫലമായി നല്ല മഴ പെയ്തു. തിമിർത്തു പെയ്തു, കോരിച്ചൊരിയുന്ന മഴ. പിന്നീട് പല അവസരങ്ങളിലും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇന്നും കൊടും ചൂടിൽ അത്യന്തം ഭക്തി ആദരപൂർവം ഈ ശ്ലോകങ്ങൾ ചൊല്ലി മഴ പെയ്യിച്ചുകൊണ്ടേയിരിക്കുന്നു. സ്വാമി തൃപ്പാദങ്ങളുടെ ലീലകൾ അവർണ്ണനീയം, ഇന്നും അനുഭവവേദ്യം. നന്ദി, നമസ്കാരം. ചെല്ലുന്ന ദിക്കിലെല്ലാം കുഷ്ഠം മുതലായ മഹാരോഗം പിടിപെട്ടവർ സ്വാമിയുടെ അടുക്കൽ വന്നു ചേരുകയും ഏതെങ്കിലും ഒരു പച്ചിലയോ എന്തെങ്കിലും ഒരു ഭക്ഷണ സാധനമോ എടുത്തു കൊടുത്ത് അവരുടെ രോഗങ്ങളെ ഭേദപ്പെടുത്തുകയും ചെയ്തിരുന്നു. ബ്രഹ്മരക്ഷസ്, അപസ്മാരം മുതലായ ഉപദ്രവങ്ങളാൽ വളരെ കാലം കഷ്ടത അനുഭവിച്ചിരുന്ന രോഗികൾക്ക് സ്വാമിയുടെ ദർശനത്താൽ തന്നെ പൂർണ്ണ സുഖം സിദ്ധിച്ചിട്ടുണ്ട്. അനവധി കുട്ടിച്ചാത്തന്മാരുടെ ഉപദ്രവങ്ങളെയും സ്വാമി വിലക്കി മാറ്റിയിട്ടുണ്ട്. നാനാജാതിക്കാരായ ഹിന്ദുക്കളുടെ ഇടയിൽ പല മാന്യ തറവാടുകളിലുമുള്ള വന്ധ്യകൾ സ്വാമിയുടെ കൈകൊണ്ട് വല്ല പഴമോ മറ്റോ വാങ്ങി ഭക്ഷിക്കുകയോ സ്വാമിയുടെ അനുഗ്രഹവാക്ക് ലഭിക്കുകയോ ചെയ്ത ശേഷം താമസിയാതെ ഗർഭം ധരിച്ച് പ്രസവിച്ചിട്ടുണ്ട്.
ഒരിക്കലും കുടിവിടാത്ത മദ്യപന്മാരുടെ മദ്യപാനവും സ്വാമി നിർത്തിയിട്ടുണ്ട്. സ്വാമിയുടെ വാക്കിനെ ലംഘിച്ച് കൊതി കൊണ്ട് വീണ്ടും മദ്യസേവ